എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന്, ദൈവം സ്നേഹമാണ് എങ്കിൽ, ദൈവം സ്നേഹിക്കുവാൻ മാത്രം അറിയുന്നവൻ എങ്കിൽ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം കഷ്ടതകൾ? എന്തുകൊണ്ടാണ് ലോകത്ത് അനേകം മനുഷ്യർ കഷ്ടത അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അടുത്തറിഞ്ഞതായ മനുഷ്യർക്ക്, വിശ്വാസികളായവർക്ക് എന്തുകൊണ്ടാണ് ഇന്ന് പ്രയാസങ്ങളും കഷ്ടങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്നത്? കഷ്ടതയുടെ പാഠങ്ങൾ, എന്തുകൊണ്ടാണ് നാം കഷ്ടതകൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് എന്തുവാണ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മെ എന്ത് പഠിപ്പിക്കുവാനാണ് നല്ലവനായ ദൈവം, സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നത്? കഷ്ടതയുടെ പാഠങ്ങൾ നാം പഠിക്കുവാൻ തുടങ്ങുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം നമുക്ക് ഏവർക്കും വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വളരെ മനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. 2 പ്രത്യേക നഗരങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. ഒരു നഗരം യെരുശലേം നഗരമെന്നും മറ്റൊരു നഗരം ബാബിലോൺ നഗരമെന്നും അറിയപ്പെടുന്നതായ 2 നഗരങ്ങൾ. ഈ രണ്ടിനെയും കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. എന്താണ് യെരുശലേം നഗരം? എന്താണ് ബാബിലോൺ നഗരം? യെരുശലേം നഗരം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നഗരമാണ് യെരുശലേം നഗരം എന്ന് പറയുന്നത്. നാം വേദപുസ്തകത്തിൽ ഉടനീളം നാം പരിശോധിച്ചാൽ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ യെരുശലേത്തിനെ കുറിച്ച് വളരെയധികമായ പരാമർശങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തും കാണുവാൻ തക്കവണ്ണം സാധിക്കും. അത് സമാധാനത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് യെരുശലേമിനെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ബാബിലോൺ ആണെങ്കിലോ മറ്റു രീതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത്. സകല തിന്മയുടെയും, സകല കലക്കത്തിൻ്റെയും, സകലവിധമായ അഴിമതിയുടെയും, സകലവിധമായ കൊള്ളരുതായ്മയുടെയും ഭാവനയിലാണ് ബാബിലോണിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു പോരാട്ടത്തെക്കുറിച്ച് വേദപുസ്തകം ഇവിടെ പരാമർശിക്കുകയാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ ഇവിടെ വേദപുസ്തകം പറയുകയാണ്, യെരുശലേം നിവാസികളായ ജനങ്ങളെയും ദൈവത്തിൻ്റെ ആലയത്തിലുള്ളതായ പാത്രങ്ങളിൽ ചിലതിനെയും യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ഒക്കെ ദൈവം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചിന്തിക്കുവാൻ അസാധ്യമായ ഒരു കാര്യം ഇവിടെ 1-ാമത്തെ വാക്യത്തിലും 2-ാമത്തെ വാക്യത്തിലും ഇവിടെ വചനത്തിൽ പരാമർശിക്കുകയാണ്. ദൈവം ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കെങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും? നാം ദൈവത്തെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ പരിപൂർണമായും ആശ്രയിക്കുന്നു, നാം ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിച്ച് ഓരോ ദിവസവും നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നു, നാം ശീലിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, അപ്രകാരം ദൈവം സ്നേഹിക്കുന്ന, ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, ദൈവം തൻ്റെ ആലയത്തിലേക്ക് വേണ്ടി മാത്രമായി മാറ്റി നിർത്തിയിരിക്കുന്നതായ ഒരു വിഭാഗത്തെ, ഒരു ജനതയെ, ഒരു രാജ്യത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാ നന്മകളുടെയും പ്രതീകമായ യെരുശലേമിനെ ദൈവം ജാതികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നാം ഒരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം, ദൈവമേ, ഞാൻ നിന്നോട് എത്രത്തോളം വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നോട് എത്രത്തോളം അടുത്ത് ജീവിച്ചവനാണ്, ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ നിരന്തരം ദൈവത്തോട് കരയാറുണ്ട്, ഞാൻ ദൈവത്തോട് നിരന്തരമായിട്ട് സംസാരിക്കാറുണ്ട്, ഞാൻ വേദപുസ്തകം വായിക്കാറുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിക്കുക, ദൈവത്തോട് അടുത്ത് ജീവിച്ച ഒരു ജനത, ഈ ജനതയെ തന്നെ ദൈവം ബാബിലോണിയർക്ക്, അതായത് ജാതികളായ ഒരു രാജാവിൻ്റെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ദൈവം നമ്മോട് പറയുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് യെരുശലേമിനെയും അതിൻ്റെ നിവാസികളെയും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം. ദൈവം സ്നേഹിക്കുന്ന തൻ്റെ സ്വന്തം മക്കളെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം അവരെ നിന്ദിക്കുവാനായിട്ട്, അടിമകളായി കൊണ്ടുപോകുവാനായിട്ട് ദൈവത്തിന് എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും? നാം ഈ വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കാദ്യം ഈ കാര്യമാണ് ഓർമ്മയിൽ വരിക. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ഇപ്രകാരം ഒരു കഷ്ടതയിലൂടെ അവിടെ അവർ കടന്നു ചെന്ന് നന്മയും സന്തോഷവും അനുഭവിക്കുകയല്ല, അടിമകളെ പോലെ
ആരുമില്ലാത്തവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി, അവരുടെ വീടും കുടുംബവും എല്ലാവിധമായ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോണിൽ അടിമകളെ പോലെ ഇവരെ കടന്നു പോകുകയാണ്. അവരൊരു പക്ഷെ ചോദിച്ചേക്കാം, കർത്താവേ, ഞാൻ എത്രത്തോളം വിശ്വസ്തനായവരായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു? കൊണ്ടുപോയപ്പെട്ടവരിൽ, അടിമകളായി പിടിച്ചുകൊണ്ട് പോയപ്പെട്ടവരിൽ 4 പേരെ വ്യക്തമായി വേദപുസ്തകം ഇവിടെ പരാമർശിക്കുകയാണ്. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ദാനിയേലിന്റെ പുസ്തകം. ഇവിടെ പറയുകയാണ്, 4 പേരെ, പ്രധാനമായിട്ടും ദാനിയേലിനെയും ഹനന്യാവിനെയും മിശായേലിനെയും അസര്യാവിനെയും അവർ തിരഞ്ഞെടുക്കുകയാണ്. പ്രത്യേകിച്ച് രാജാവിൻ്റെ കൽപ്പന അവിടെ ഉണ്ടായിരുന്നു. രാജാവ് പറയുകയാണ്, വളരെ പ്രധാനമായിട്ടും ജ്ഞാനമുള്ളതായ, ബുദ്ധിശക്തിയുള്ളതായ, എല്ലാ കാര്യങ്ങളും നൈപുണ്യമുള്ളവരായ, വളരെ സമർത്ഥന്മാരായ ചിലരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എൻ്റെ രാജ്യത്തിലെ രാജധാനിയിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി അവരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇവിടെ പറയുകയാണ്. ഇവിടെ ദാനിയേൽ, പിന്നീട് ബെൽഷസർ എന്നും, ബാക്കി 3 പേരും പിന്നീട് ശദ്രക്, മേശക്, അബദ്നഗോ എന്നും അറിയപ്പെടുകയാണ്. നമുക്കിവരെ ദാനിയേൽ, ശദ്രക്, മേശക്, അബദ്നഗോ എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഈ 4 പേരും ഒരിക്കലും കുറ്റക്കാരായിരുന്നത് കൊണ്ടല്ല ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പെട്ടത്. കാരണം ഈ 4 പേരും വളരെ വിശ്വസ്തരായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പരാമർശിക്കുകയാണ്. ദാനിയേലിനെ കുറിച്ച് വളരെ വ്യക്തമായി, മറ്റ് 3 പേരെ നമുക്ക് അല്പം മാറ്റി നിർത്താം, ദാനിയേലിനെ മാത്രം നമുക്ക് ചിന്തിക്കാം. ദാനിയേൽ വളരെ വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് കർത്താവായ ദൈവം അവനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ദാനിയേൽ ചോദിച്ചിരിക്കാം, ദൈവമേ, ഞാൻ എത്ര വിശ്വസ്തനായിരുന്നു, ഞാൻ നിരന്തരം നിന്നോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, നിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നവനായിരുന്നു, നിന്നോടുകൂടെ നടക്കുവാൻ ഞാൻ എപ്പോഴും ഇഷ്ടം വെച്ചവനായിരുന്നു, എങ്കിലും എന്തുകൊണ്ട് ഇപ്രകാരം കഷ്ടത അനുഭവിക്കുവാൻ, ഒരു അടിമയായി ഒന്നുമില്ലാത്തവനെ, സ്വന്തം സഹോദരന്മാരെ, സ്വന്തം കുടുംബത്തെ, സ്വന്തം സമ്പാദ്യത്തെ സകലവും വിട്ട് പോകുവാൻ, ഒരടിമയായി പിടിച്ചുകൊണ്ട് പോകപ്പെടുവാൻ എന്തിന് നീ എന്നെ അനുവദിച്ചു എന്ന് ദാനിയേലിന് ചോദിക്കാം. കാരണം ബാബിലോണിലേക്ക് സുഖിക്കുവാനായിട്ടല്ല, വളരെയധികം സൗഖ്യത്തോടുകൂടി അവിടെ സന്തോഷിക്കുവാനായിട്ടല്ല അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അടിമകളായി പിടിച്ചുകൊണ്ട് പോകുകയാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഇപ്രകാരം പിടിച്ചുകൊണ്ട് പോകുവാൻ, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്ക ഇടയായിട്ട് നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ളതായ വാക്ക് നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 36-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ളതായ വേദഭാഗം നമുക്ക് വായിക്കാം. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവിടെ നേരെ വരുത്തി. കൽദയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ്, ബാബിലോണിൻ്റെ മറ്റൊരു പേരാണ് കൽദയർ എന്ന് പറഞ്ഞാൽ. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, അതുകൊണ്ട് ഇപ്രകാരം പ്രവാചകന്മാരെ നിരന്തരമായി അയച്ചിട്ടും ഇസ്രായേൽ മക്കൾക്ക് നിരവധി പാപങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി തെറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയും ഇത് നിങ്ങൾ തിരുത്തണം എന്ന് പല പ്രാവശ്യം പല തരത്തിൽ ദൈവം പ്രവാചകന്മാരെ അയച്ച് ഇവിടെ അവരോട് കേൾപ്പിക്കുകയാണ്. വേദപുസ്തകം പറയുകയാണ്, ഞാൻ എത്ര പ്രാവശ്യം പ്രവാചകന്മാരെ അയച്ചു തന്നുകൊണ്ടിരുന്നു, എന്നാൽ നിങ്ങളോ അവരെ പരിഹസിച്ച് നിന്ദിച്ച് നിങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു. ഇവിടെ വീണ്ടും വചനം പറയുകയാണ്, നിങ്ങൾ അവരെ നിരസിച്ചത് കൊണ്ട് ഉപശാന്തി ഇല്ലാതാകും വിധം ഒരുവിധമായ സൊല്യൂഷനും ഇല്ലാതെ വരുത്തോളം ഇവർ പരിപൂർണമായും ആ പ്രവാചകന്മാരുടെ വാക്കുകളെ നിരസിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ദൈവം പറയുന്നത് കേൾക്കുവാൻ അവർ സ്വയം തയ്യാറാകാത്തത് കൊണ്ട്, അവർ സ്വയം തീരുമാനിക്കാത്തത് കൊണ്ട് അവരെ ദൈവം ബാബിലോണിയർക്ക് അല്ലെങ്കിൽ കൽദയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും അടുത്ത വാക്യം പറയുന്നു, 17-ാമത്തെ വാക്യം, അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 18-ാമത്തെ വാക്യം, ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളിൽ ഒക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെ
അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളും എല്ലാം അവൻ ബാബിലേക്ക് കൊണ്ടുപോയി. 19 വാക്യം, അവർ ദൈവാലയം ചുട്ടു, യെരൂശലേമിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞു, അതിലെ അരമനകളൊക്കെയും തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാഴ്സി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. വേദപുസ്തകം വ്യക്തമായി പറയുകയാണ്, ദൈവത്തെ അവർ അനുസരിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തെ അവനെ മാനിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ താക്കീതുകളെ അവർ കേൾക്കാതിരുന്നത് കൊണ്ട് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു? ഇവർ ഇപ്രകാരം ദൈവത്തെ അനുസരിക്കുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട്, ദൈവത്തെ കേൾക്കുവാൻ തക്കവണ്ണം സ്വയം തയ്യാറാകാത്തത് കൊണ്ട് ദൈവം ഈ ജനതയെ, യെരൂശലേം നിവാസികളെ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ജാതീയരായ ഒരു രാജാവിനും അവൻ്റെ അധികാരത്തിനുമായിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, എന്നെ എന്തുകൊണ്ടായിരിക്കാം ഇപ്രകാരം ഒരു കഷ്ടതയിലൂടെ ദൈവം കടത്തിവിടുന്നത് എന്ന്. ഇവിടെ യെരൂശലേം നിവാസികൾ ദൈവത്തെ അനുസരിക്കുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് അവർ സ്വയം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അനീതികൾ പ്രവർത്തിക്കുവാൻ, ദുഷ്ടത പ്രവർത്തിക്കുവാനായിട്ട് അവർ നിരന്തരം തയ്യാറായതുകൊണ്ട്, നിരന്തരം അവർ ശ്രമിച്ചതുകൊണ്ട് അവരെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഇവിടെ അനുവദിക്കുകയാണ്. എന്നാൽ മറ്റൊരു കഥ ഇപ്രകാരമാണ്. ഈ യെരൂശലേം നിവാസികളിൽ പെടുന്നവരായിരുന്നു ദാനിയേലും ശദ്രക്കും മേശക്കും അബദ്നെഗോയും. ഇവർ 4 പേരും വിശ്വസ്തരായിരുന്നു. ഇവർ ദൈവത്തോട് പാപം ചെയ്തവർ ആയിരുന്നില്ല. ദൈവത്തോട് വളരെ കൂറുള്ളവരും വിശ്വസ്തരും നീതിമാന്മാരുമായിരുന്നു ഈ 4 പേരും. അതുകൊണ്ടാണ് വേദപുസ്തകം ഇവരെക്കുറിച്ച് പരാമർശിക്കുന്നത്, മറ്റാരെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. എന്നാൽ പിടിച്ചുകൊണ്ടു പോയപ്പെട്ടവരിൽ ഈ 4 പേരെക്കുറിച്ച് വ്യക്തമായ പരാമർശം വേദപുസ്തകം നമുക്ക് കാണിക്കുകയാണ്. ഈ 4 പേരും ചിന്തിച്ചിരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദൈവമേ, എന്തുകൊണ്ട് ഞാൻ വിശ്വസ്തനായിരുന്നു, ഞാൻ നീതിയുള്ളവനായിരുന്നു, ഞാൻ പാപമേതും ചെയ്യാതെ അങ്ങയോട് കൂറുള്ളവനായി, അങ്ങ് പറഞ്ഞതൊക്കെയും കേട്ട് ജീവിച്ചവനായിരുന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇപ്രകാരം സംഭവിച്ചു എന്ന് ദാനിയേലിന് ചോദിച്ചേക്കാം. ഒരു കഷ്ടതയുടെ വലിയ ശക്തിയേറിയ പാഠങ്ങളിലൂടെ ഇവിടെ ദാനിയേൽ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, അവൻ ചോദിച്ചിരിക്കാം, 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം ദാനിയേൽ ചോദിച്ചിരിക്കാം, ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഈ കഷ്ടതയിലൂടെ നടത്തിവിട്ടു? എന്ത് പാഠമാണ് എൻ്റെ ദൈവമേ അങ്ങ് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ യെരൂശലേം നിവാസിയായ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. യെരൂശലേം നിവാസിയായ ദാനിയേലിനെയും കൂട്ടുകാരെയും ബാബിലോണിലേക്ക് ശക്തമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുകയാണ്. ദൈവത്തിന് സ്വന്തം മക്കളാണ് യെരൂശലേം നിവാസികൾ. എന്നാൽ പിശാചിൻ്റെ മക്കളാണ് ബാബിലോൺ നിവാസികൾ. അവർ അപകടങ്ങൾ ചെയ്യുന്നവരും, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്നവരും, ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്നവരും, സമാധാനം ചെയ്യുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തവരുമായ ഒരു ജനതയെ പ്രതികരിക്കുന്നു ബാബിലോൺ സാമ്രാജ്യം. ഇവിടേക്ക് അതിശക്തമായിട്ട്, തൻ്റെ കാരണത്തിലല്ലാതെ തന്നെ അതിശക്തമായിട്ട് പിടിച്ചു വലിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ ദാനിയേലും കൂട്ടുകാരും വരികയാണ്. നാം എല്ലാവരും ഒരു തീരുമാനമെടുത്തേ മതിയാകൂ. നമുക്കൊരിക്കലും ഒരേ സമയത്ത് ബാബിലോണിലും അതേ സമയത്ത് തന്നെ യെരൂശലേമിലും നിവാസികളായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ യെരൂശലേം നിവാസിയായി ജീവിക്കണമോ അതോ ഒരു ബാബിലോൺ നിവാസിയായി ജീവിക്കണമോ? നമുക്കൊരിക്കലും ഒരേ സമയത്ത് രണ്ടിടത്തുമായി നിൽക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നാം ബാബിലോൺ നിവാസികളായി, അല്ലെങ്കിൽ നാം യെരൂശലേം നിവാസികളായി, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി, അവനെ അനുസരിക്കുന്നവരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നാം ബാബിലോൺ നിവാസികളായി ദൈവത്തെ അനുസരിക്കാതെ അഴിമതിയും തിന്മയും അകൃത്യവും പാപവും ചെയ്ത് നാം യെരൂശലേമിൽ വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു പക്ഷേ നാം ഒരു യെരൂശലേം നിവാസിയായിരിക്കെ നിർബന്ധപൂർവം ഒരുപക്ഷെ നമ്മെ ദൈവം ബാബിലോണിലേക്ക് അയച്ചാൽ നമ്മിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്രകാരം ഒരു യെരൂശലേം നിവാസിയായിരിക്കെ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിരിക്കെ, സ്വന്തം മകനായിരിക്കെ, വിശ്വസ്തനായ ഒരു പ്രിയദാസനായിരിക്കെ ബാബിലോണിലേക്ക് വളരെയധികമായ പ്രയാസത്തോടുകൂടി ഈ കഷ്ടതയിലേക്ക് ഇവൻ വലിച്ചു നീട്ടപ്പെടുകയാണ്. എന്നാൽ അവിടെ ബാബിലോണിൽ ഒരു യെരൂശലേം നിവാസിയായി ജീവിക്കുവാനായിട്ട് ദൈവം ദാനിയേലിനെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അപ്രകാരം ജീവിക്കുവാൻ സാധിക്കുമോ? നാം ഒരുപക്ഷെ ഇപ്രകാരം കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും നടന്നു പോകുന്നവരായിരിക്കാം. എങ്കിൽ കൂടെയും
എങ്കിൽ കൂടെയും ആ ബാബിലോണിൽ നാം കടന്നു പോകുമ്പോൾ, ആ ബാബിലോണിൽ നാം ശാരീരികമായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു യെരൂശലേമിനായി ജീവിക്കുവാൻ സാധിക്കുമോ? ദാനിയേൽ അത് സാധിക്കും എന്ന് തെളിയിച്ചു തന്നിരിക്കുന്നു. ദാനിയേൽ അവിടെ ചെന്ന് അവിടുത്തെ സകല കാര്യങ്ങളും കണ്ടു, അതുപോലെ ചെയ്യുവാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു. എന്നിട്ടും ദൈവത്തെ മറന്നു പോകാതെ വിശ്വസ്തയുടെ പര്യായമായി ദാനിയേൽ അവിടെ നിലകൊള്ളുകയാണ്. നമുക്ക് അതിന് സാധിക്കുമോ? നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നാം പറയും, ദൈവമേ നീ എന്നെ കൈവിട്ടു, ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞു, എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ സന്താനങ്ങളും എൻ്റെ ബന്ധുക്കാരും എല്ലാവരും എന്നെ ഒഴിഞ്ഞു പോയി, ദൈവവും എന്നെ വിട്ടുകളഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുകയില്ല. അങ്ങനെ പറഞ്ഞ് ദൈവത്തെ മറന്നു പോകുന്ന അനേകരെ നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദാനിയേൽ അങ്ങനെ പറയുവാൻ തയ്യാറാകാതെ, എന്നെ ദൈവം ഇവിടേക്ക് വിളിച്ചിരിക്കുന്നു, ഇവിടേക്ക് എന്നെ അയച്ചിരിക്കുന്നു, ആയതിനാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു യെരൂശലേമിനായി ജീവിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് ദാനിയേൽ പറയുകയും ജീവിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം അപ്രകാരം ഒരവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ടാൽ നാം എപ്രകാരം ജീവിക്കും? നാം ഒരുപക്ഷെ അനേകം മനുഷ്യർ, അനേക വിശ്വാസികൾ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ട് പോകപ്പെടുകയാണ്. നാം അവിടെ ചെന്ന് ഒരു യെരൂശലേം നിവാസിയായി അവിടെ കടന്നു പോയതിനു ശേഷം അവിടെ ചെന്ന് ഒരു യെരൂശലേം നിവാസിയെ പോലെയാണോ നാം ജീവിക്കുന്നത്? അതോ നാം അവിടെ ചെന്ന് അവരെ കണ്ട് പഠിച്ചതിന് ശേഷം ഒരു ബാബിലോണിനായി മാറ്റപ്പെട്ട് ജീവിക്കുവാൻ സ്വയം ഇടയായി തീരുകയാണോ? നിങ്ങൾ എവിടെ ചെന്നാലും ഒരു യെരൂശലേം നിവാസിയായി ജീവിക്കുവാനായിട്ട് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദാനിയേലിന് അറിയില്ലായിരുന്നു ദൈവം എന്തുകൊണ്ടാണ് ഒരു യെരൂശലേം നിവാസിയായ എന്നെ എന്തുകൊണ്ടാണ് ബാബിലോണിലേക്ക് അയക്കപ്പെട്ടത് എന്ന് ദാനിയേലിന് ആദ്യം മനസ്സിലായില്ല. എന്നാൽ വേദപുസ്തകം നമ്മൾ പരാമർശിക്കുമ്പോൾ, വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം ദാനിയേലിനെ ഒരു വലിയൊരു സാക്ഷ്യമായി അവിടെ നിർത്തുകയാണ്. ദാനിയേൽ അപ്രകാരം ഒരു യെരൂശലേം നിവാസിയായി ബാബിലോണിൽ നിൽക്കുവാൻ തുനിഞ്ഞതുകൊണ്ട്, അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചതുകൊണ്ട്, അതിനുവേണ്ടി സ്വയം ധൈര്യപ്പെട്ടതുകൊണ്ട് അനേക ബാബിലോൺ നിവാസികളെ യെരൂശലേം നിവാസികളാക്കി മാറ്റുവാൻ ദാനിയേലിന് സാധിച്ചു. നാം അപ്രകാരം ആ ഒരു ധൈര്യത്തോടെ നിൽക്കുവാൻ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. കഷ്ടതയുടെ ഒന്നാമത്തെ പാഠം, നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്തോ ഒരു വലിയൊരു കാര്യം, എന്തോ വലിയൊരു ഭാഗ്യം നമുക്കായി ഒരുക്കി വച്ചിരിക്കുകയാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഒരുപക്ഷെ നാം തിരിച്ചറിയുകയില്ല എന്ത് ഭാഗ്യമാണ് അതിന് പിന്നിലെന്ന് നാം ഒരുപക്ഷെ ആദ്യം അറിയുകയില്ല. എങ്കിലും പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ചിന്തിക്കുവാൻ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് മതിയായ ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു ചിന്തയുണ്ടെങ്കിൽ, ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരേ സമയം ബാബിലോൺ നിവാസിയായും അതേസമയം യെരൂശലേം നിവാസിയായും ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നാം ബാബിലോൺ നിവാസിയായി, അല്ലെങ്കിൽ നാം യെരൂശലേം നിവാസിയായി ജീവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ഒരു ബാബിലോൺ നിവാസിയായി ഇരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു യെരൂശലേം നിവാസിയായി രൂപാന്തരപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവം ദാനിയേലിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും അവിടെ ചെന്ന് തൻ്റെ വിശ്വാസത്തെ ത്യജിക്കുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. മറിച്ച് അവിടെ ചെന്ന് ഒരു യെരൂശലേം നിവാസിയായി ജീവിച്ച് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ, അവർക്ക് സാക്ഷ്യമായി നിൽക്കുവാനായിട്ട് ദൈവം ഇവിടെ ദാനിയേലിനെ ഉപയോഗിക്കുകയാണ്. നാം എപ്രകാരമാണ് ഇന്ന് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്നത്? നാം പലരും വിദേശങ്ങളിൽ പോകുന്നവരാണ്, നാം പലരും പല ജോലികൾ ചെയ്യുന്നവരാണ്. നാം അവിടെയൊക്കെയും കടന്നു ചെന്ന് ഒരു യെരൂശലേം നിവാസിയായി ജീവിക്കുകയാണോ? അതോ അവിടെ ചെന്ന് അവിടെയൊക്കെയും കണ്ടതിന് ശേഷം അവരെ പോലെ ജീവിച്ച് ഒരു ബാബിലോണിനായി അറിയപ്പെടുന്നവരാണോ ഇന്നും? പ്രിയപ്പെട്ടവരെ, നാം എവിടെ ചെന്നാലും എത്രത്തോളം വലിയ പ്രയാസങ്ങളോട് നാം നടന്നു പോകുന്നവരായിരുന്നാലും അവിടെയൊക്കെ നാം ഒരു യെരൂശലേമിനായി ജീവിക്കുവാൻ നാം സ്വയം തീരുമാനിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ദാനിയേൽ ചെയ്തതുപോലെ അതിശയങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. കഷ്ടതയുടെ പാഠം നാം ഒരിക്കലും ഇപ്രകാരം നാം കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് നാം ചോദിക്കരുത്. മറിച്ച് എന്താണ് കർത്താവേ അങ്ങ് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് നാം ചോദിച്ചാൽ സകലവും നന്മയ്ക്കായി എന്ന് പറയുന്ന ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ഇന്ന് തയ്യാറാണോ? ഒരുപക്ഷെ
നിങ്ങളൊന്ന് വളരെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കാം. എങ്കിലും ദൈവം എന്തോ ഒരു നന്മ, എന്തോ ഒരു ഭാഗ്യം എനിക്കായി ഒരുക്കിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ, ദാനിയേൽ ആദ്യം നിരാശിതനായി ഒരുപക്ഷെ നടന്നു പോയവനായിരിക്കാം. എന്തുകൊണ്ട് ഞാൻ വിശ്വസ്തനായിരുന്നിട്ടും എന്തുകൊണ്ട് ദൈവം എന്നെ ഇപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തു? എൻ്റെ പിതാക്കന്മാർ, എൻ്റെ സഹോദരന്മാരൊക്കെയും തെറ്റുകൾ ചെയ്തവരായിരുന്നു, എങ്കിലും ഞാൻ അവരോട് അപ്രകാരം ആകരുത് എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായ ഒരു വ്യക്തി, എന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ ഒരു അടിമയായി പോകാൻ അനുവദിച്ചു എന്ന് ദാനിയേൽ ആദ്യം ചോദിച്ചിരിക്കാം. പക്ഷേ ദാനിയേൽ പിന്നീട് മനസ്സിലാക്കി ദൈവം ഒരു വൻ കാര്യത്തെ ചെയ്യുവാൻ ദാനിയേലിലൂടെ ഇവിടെ സാക്ഷിയായി തീരുകയാണ്. അനേക ബാബിലോൺ ദേശവാസികളെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഒരു സാക്ഷ്യമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ അവിടെ മഹത്വപ്പെടുത്തുവാൻ ദാനിയേലിന് ദൈവം അവസരം കൊടുക്കുകയാണ്. അങ്ങനെ വൻ അവസരങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ദൈവം നൽകിയിരിക്കുന്നത്. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ, ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് എത്ര പേർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്? ഒരുപക്ഷെ നാം ഒരു കാലം വരെയും യെരൂശലേം നിവാസികളായി ദൈവത്തെ മാനിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച് ജീവിച്ചവരായിരിക്കാം. എന്നാൽ വളരെ വേഗം നാം ബാബിലോണിലേക്ക് പോകപ്പെടുമ്പോൾ, ഒരുപക്ഷെ ബാബിലോണിലേക്ക് അകൃത്യങ്ങളുള്ളതായ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പാപങ്ങൾ മാത്രം ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് നാം വിളിക്കപ്പെട്ടു പോകുമ്പോൾ, നാം അവിടെ ചെന്ന് ഒരു യെരൂശലേമിനായി ജീവിക്കുവാനായിട്ടാണോ, അതോ അവിടെ ചെന്ന് ആ ദേശമൊക്കെയും വിട്ട് നാം ഒരു ബാബിലോണിനായി ജീവിക്കുവാനായിട്ടാണോ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് നാം എവിടെ ചെന്ന് പോയാലും, നാം എവിടെ വേലയ്ക്കായി കടന്നു പോയാലും, അവിടെ ഒക്കെയും ഒരു യെരൂശലേമിനായി ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായി നിൽക്കണം എന്ന് നമ്മിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. ദാനിയേലിനെ പോലെ, ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോയെയും പോലെ നിങ്ങൾക്ക് അപ്രകാരം നിൽക്കുവാൻ തയ്യാറാണ് എങ്കിൽ, അപ്രകാരം നിങ്ങൾ നിൽക്കുവാൻ തക്ക നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ, അനേക അത്ഭുതങ്ങളെ, അനേക സാക്ഷികളെ നേടുവാൻ, അനേകരെ ആദായപ്പെടുത്തുവാൻ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്. ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും ഇപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതായ അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം. എന്നെ നിങ്ങളെയും പലപ്പോഴും ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കാം. എങ്കിലും അവിടെ ഒരു വൻ കാര്യം നേടുവാനായിട്ട് എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ആ സമയത്ത് നിരാശനായിരുന്നു കൊണ്ട്, ദൈവമേ എന്നെ എന്തുകൊണ്ട് നീ കൈവിട്ടു, മറ്റുള്ളവരും പറയും നിന്നെ ദൈവം കൈവിട്ട് കളഞ്ഞിരിക്കുന്നു, നിന്നെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് പലരും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുത്തിയിരിക്കാം. എങ്കിലും പ്രിയമുള്ളവരെ, ആ സമയത്തും ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ ഉറപ്പുള്ളവരായി ദൈവം എന്തോ വലിയൊരു കാര്യം എന്നിലൂടെ ചെയ്യുവാനായിട്ട് എന്നെ ഒരുക്കുകയാണ്, ഞാൻ എവിടെ പോയാലും വിശ്വസ്തനായി ജീവിക്കുമെന്ന് നാം തീരുമാനിക്കുവാൻ നാം ഉറപ്പുള്ളവരാണ് എങ്കിൽ, ആ കഷ്ടതയുടെ സമയത്തും, ആ കഷ്ടതയുടെ തീച്ചൂളയിലും നമുക്ക് സന്തോഷിക്കുവാൻ, ഒരു സാക്ഷിയായി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നാം കഷ്ടത അനുഭവിക്കുമ്പോൾ അതിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, ഒരു വലിയൊരു സാക്ഷിയാകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. ദൈവമേ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളിലൂടെയും ഞങ്ങൾ പലരും കടന്നു പോകുന്നു. എങ്കിലും എൻ്റെ ദൈവവചനം പറയുന്ന പ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന വാക്യത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, ദാനിയേലിനെ പോലെ ഒരു യെരൂശലേം നിവാസിയായി എല്ലായിടത്തും എല്ലാ കാലവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.